Good morning. Today we are going to take the classes of present, past, future. We can divide it present, past, future into 4. അതായത് പ്രസൻറ്റിനെയും പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും നമുക്ക് 4ആയി തരംതിരിക്കാം. ദാറ്റ് ആർ സിമ്പിൾ, continuous, perfect continuous. Simple, continuous, perfect continuous. അപ്പോൾ പ്രസന്റ് ആവുമ്പോൾ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ആവുമ്പോൾ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ ആവുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദ്യം സിമ്പിൾ പ്രസന്റ്. എന്താണ് സിമ്പിൾ പ്രസന്റ്? ഇപ്പോൾ സംഭവിക്കുക. അതായത് എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് റൂട്ട് വെർബ്. ഈ റൂട്ട് വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡു ഓർ ഡസ് പ്ലസ് വെർബ്. ഈ ഡസ് എന്നുള്ളത് സിംഗുലർ ആണ്, ഡു എന്നുള്ളത് പ്ലൂരൽ ആണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണ്. ഐ സ്റ്റാൻഡ്. ശരിക്കും ഈ ഐ സ്റ്റാൻഡ് വന്നത് ഐ ഡു പ്ലസ് സ്റ്റാൻഡ് ആണ് കേട്ടോ സ്റ്റാൻഡ് ആയത്. എന്നാ നിങ്ങൾ പറയാണ് ഹീ സ്റ്റാൻഡ്സ് എന്നായിരിക്കും. ബട്ട് ഡസ് പ്ലസ് സ്റ്റാൻഡ് ആണ്. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ നോക്കി ഇപ്പം നടന്ന കാര്യം. കുറച്ച് കഴിഞ്ഞാൽ അത് പാസ്റ്റിലേക്ക് എന്ത് ചെയ്യും? പോവും. ഭാവിയിൽ പാസ്റ്റ് ആവാനുള്ള കാര്യങ്ങളാണ് ഇത്. ഐ റൈറ്റ്. അപ്പോൾ ആലോചിക്കുക എങ്ങനെയാണ്? ഡു പ്ലസ് റൈറ്റ്. ഹീ അല്ലെങ്കിൽ ഷീ, ഹീ എപ്പോഴും വേണ്ട അല്ലേ, ഷീ ആയിക്കോട്ടെ. ഷീ ആണെങ്കിൽ റൈറ്റ്സ്, ഡസ് പ്ലസ് റൈറ്റ്. ഇതാണ് സബ്ജക്ട് പ്ലസ് റൂട്ട് വെർബാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചത്. കുറച്ച് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് പോവും? പാസ്റ്റിലേക്ക് പോവും. ഈ റൂട്ട് വെർബ് എന്ന് പറഞ്ഞാൽ ഡു ഓർ ഡസ് പ്ലസ് വെർബാണ്. അതായത് ഡു പ്ലൂറിലാണ്, ഡസ് സിംഗുലർ ആണ് എന്നുള്ളത് ആലോചിക്കുക. അതിൻ്റെ അടുത്ത ഫോമായ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റാൻഡിങ്, ഞാൻ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറയുന്നതാണ് എന്ത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ? പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ ing ഫോം. അതായത് ഈസ് സിംഗുലർ ആണ്, ആം ഐയുടെ കൂടെ മാത്രം, ആർ പ്ലൂറിലാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഓക്സിലറി വേർബ്സിനെ കുറിച്ചൊക്കെ. അത് നിങ്ങൾക്ക് ആ ഓക്സിലറി വേർബ്സിനെ കുറിച്ചുള്ള വീഡിയോ ഒന്നുകൂടി പരിശോധിച്ചാൽ ഒന്നുകൂടി വളരെ നന്നായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹി ആവുമ്പോഴോ ഹി ഈസ് റൈറ്റിംഗ്. ദേ ആവുമ്പോഴോ ദേ ആർ റൈറ്റിംഗ്. കണ്ടോ? അതായത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ്, പ്രവൃത്തി ചെയ്യുന്ന ആൾ ഈസ്, ആം അല്ലെങ്കിൽ ആർ. ഈസ് ആണെങ്കിൽ സിംഗുലർ ആണ്. ഹി ഷീ എന്നിവ, ഇറ്റ് എന്നിവയോടൊക്കെ ഒപ്പം ആം ഐയുടെ കൂടെ മാത്രം, ആറ് പ്ലൂറിലാണ്, ദേ വി എന്നിവയോടൊപ്പം അതിനുശേഷം ing ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ ing ഫോം അല്ലേ എന്ന് പറയും. അതിനെ ജെറൻഡ് എന്നും പറയാറുണ്ട്. അതും ആലോചിക്കുക. ഇനി അടുത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്.
പ്രസന്റ് പെർഫെക്റ്റ്. എന്താണ് ഈ പ്രസന്റ് പെർഫെക്റ്റ്? വർത്തമാനകാലത്തിൽ പരിപൂർണമായി, ഇനി അതിനൊരു കണ്ടിന്യൂഷൻ ഇല്ല, അത് കഴിഞ്ഞു. അതായത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെ നമ്മൾ V3 ഫോം എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അതായത് പ്രസന്റ് V1 ഫോം, പാസ്റ്റ് V2 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം അല്ലേ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെ ചുരുക്കിക്കൊണ്ട് PPV എന്ന് പറയാറുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് എന്നുള്ളതിന്. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് ആണല്ലോ എഴുതിയത് അല്ലേ. അപ്പോൾ എന്താവും, ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്. നീ എഴുതാനില്ലാന്ന്, ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ? നീ ആ ലെറ്റർ എഴുതിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ? ഐ ഹാവ് റിട്ടൺ, അതെ ഞാൻ അപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നീ ഇല്ല, അത് എഴുതാനൊന്നും ബാക്കിയില്ല എന്ന്. ഹി ഹാസ് റിട്ടൺ. ദേ ആവുമ്പോൾ വീണ്ടും എന്തിലേക്ക് വരും, ഹാവിലേക്ക്. ദേ ഹാവ് റിട്ടൺ. ഇനി നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് ഒന്നുകൂടി പറയുന്നു. സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ്, അതിനുശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അഥവാ അതിനെ PPV എന്ന് പറയാറുണ്ട്, V3 ഫോം എന്ന് പറയാറുണ്ട്. അത് വർത്തമാനകാലത്തിൽ പരിപൂർണമായത്. ഐ ഹാവ് റിട്ടൺ, ഹി ഹാസ് റിട്ടൺ, ദേ ഹാവ് റിട്ടൺ. അതായത് ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അടുത്തത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് പോകുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് നോക്കൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ പൂർണ്ണമാവുകയും തുടരുകയും. അപ്പം നിങ്ങൾ അതായത് സ്കൂളിൽ പോകുന്നു, അതായത് ഈ കൊല്ലം നിങ്ങൾ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരാൾ പാല് കൊണ്ടുവരുന്നു അല്ലേ. എന്താണ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഷീ ഹാസ് ബീൻ ബ്രിങ്ങിങ് ദ മിൽക്ക്. എന്താണ് ഫ്രം ദിസ് പീരീഡ് ടു ദിസ് പീരീഡ്, ഈ പീരീഡ് തൊട്ട് ഈ പീരീഡ് വരെ, അല്ലെങ്കിൽ അതായത് ഡ്യൂറിങ് ദ കൊറോണ പീരീഡ്, ഈ കൊറോണ പീരീഡിലൊക്കെ അവൾ പാല് കൊണ്ടുവന്നിരുന്നു, അതായത് വന്നുകൊണ്ടിരിക്കുന്നു. ആ തുടർച്ചയെ കാണിക്കുന്നതാണ് എന്ത്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? അല്ലേ, നമ്മളിവിടെ എന്താ റൈറ്റിന് വെർബാണ് എടുത്തത്. അപ്പോൾ എന്താ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുക. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഇൻ ദിസ് കൊറോണ പീരീഡ്. ഈ കൊറോണ പീരീഡിൽ ഞാൻ അതായത് എന്താണ് നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ, ഹി ആവുമ്പോൾ എന്താ ഈ സിംഗുലറായ ഹാസ് ബീൻ റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. they have been writing, അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളെ അതായത് പരിപൂർണമാവുകയും തുടരുകയും വർത്തമാനകാലത്ത് അതായത് പ്രസൻറ്റ് ടെൻസിൽ പരിപൂർണമാവുകയും തുടരുകയും ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അത് ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, ദേ ഹാവ് ബീൻ റൈറ്റിംഗ്. അടുത്തത് നമ്മൾ പാസ്റ്റിലേക്കാണ് പോകുന്നത്. പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റ്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം എന്താണ് പാസ്റ്റ് ടെൻസ്. ഭൂതകാലം എന്ന് പറയും, കഴിഞ്ഞുപോയ കാലം അല്ലെ. പണ്ട് കാലത്തായിരുന്നു നമുക്ക് ഭൂതങ്ങളെയൊക്കെ പേടി, കാലത്ത് ഭൂതങ്ങളെയൊന്നും പേടിയില്ല, അങ്ങനെ ആലോചിച്ചാലും മതി. കഴിഞ്ഞുപോയ കാലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻഡ്, കഴിഞ്ഞുപോയി. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെയാണ്, സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് എന്നുള്ളതിന് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഡിഡ് പ്ലസ് വെർബ്. എന്താണ് ഡിഡ് പ്ലസ് വെർബ്. റൈറ്റ് എന്ന് തന്നെ എടുക്കാം നമുക്ക്. ഐ റോട്ട്,
ഞാൻ എഴുതി. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് എന്തായി മാറുന്നത്? റോട്ടായി മാറുന്നത് എന്ന് ആലോചിക്കാൻ മറക്കരുത്. ഹീ ആണെങ്കിലും റോട്ട് എന്നാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ ഗ്രാമർ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഡിൻ്റെ സിംഗുലറും പ്ലൂരലും എന്ത് തന്നെയാണ്? ഡിഡ് തന്നെയാണ്. ഷീ ആകുമ്പോഴും റോട്ട്, ഡിഡ് പ്ലസ് റൈറ്റ്. അടുത്തത് ദേ ആകുമ്പോഴും എന്തെന്നെ വരുന്നു? ദേ റോട്ട്, ഡിഡ് പ്ലസ് റൈറ്റ് മീൻസ് റോട്ട്. അപ്പം കഴിഞ്ഞു. ഐ റോട്ട് ഇറ്റ്, ഞാനത് എഴുതി അല്ലേ? അത് എഴുതിയെന്ന് ചോദിച്ചു. അതായത് ഐ പെയ്ഡ് ദ ബിൽ, ഞാൻ ആ ബില്ല് അടച്ചു അല്ലേ? അതായത് അച്ഛൻ ചോദിക്കുന്നു, അതായത് ഡിഡ് യു പേ ദ ഇലക്ട്രിക് ബിൽ? യെസ് ഐ പെയ്ഡ്, ഞാനത് പേ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകുന്നു. ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാര്യം അല്ലേ? ഭൂതകാലത്തിൽ ഇപ്പോൾ നിങ്ങൾ കൊറോണയൊക്കെ വരുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ അതായത് ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്? മദർ കോൾ മീ വൈൽ ഐ വാസ് പ്ലേയിങ്, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് അമ്മ എന്നെ വിളിച്ചു. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതായത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോം ഓഫ് ദ വേർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതുക? അതായത് വാസ് സിംഗുലർ ആണെന്ന് അറിയാം, വേറോ പ്ലൂരൽ. അപ്പൊ ഐ ആവുമ്പോഴോ പാസ്റ്റ് ടെൻസിൽ ഐൻ്റെ ഒപ്പം വാസ് തന്നെ. ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരുന്നു. ഹി വാസ് റൈറ്റിംഗ്, അവൻ എഴുതുകയായിരുന്നു. ഷീ വാസ് റൈറ്റിംഗ്, അവൾ എഴുതുകയായിരുന്നു. ദേ പ്ലൂറലാണല്ലോ, അപ്പൊ എന്തായി മാറും? ദേ വേർ റൈറ്റിംഗ്. ക്വൈറ്റ് സിമ്പിൾ. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ സബ്ജക്റ്റ് വാസ് ഓർ വേർ, വാസ് സിംഗുലർ, വേർ പ്ലൂരൽ, ING ഫോം ഓഫ് ദ വേർ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം. വാസ് അല്ലെങ്കിൽ വേർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയിരുന്നു അല്ലേ? ഞാൻ എഴുതുകയായിരുന്നു, അവൾ എഴുതുകയായിരുന്നു, അവർ എഴുതുകയായിരുന്നു. അപ്പോൾ വേറാണ് ഉപയോഗിക്കുക എന്നുള്ളത് മറക്കരുത്. അടുത്തത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകുന്നു. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? ഭൂതകാലത്തിൽ പരിപൂർണമായി കഴിഞ്ഞു അല്ലേ? ഭൂതകാലത്തിൽ ആ പ്രവൃത്തി പൂർണ്ണമായി കഴിഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഞാൻ പറഞ്ഞു അതിനെ PPV എന്ന് പറയും. വേറെ ഒന്നുകൂടി പറഞ്ഞു എന്താ പറയുക? V3 എന്നും എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. ഐ ആവുമ്പോൾ ഐ ഹാഡ്, റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഐ ഹാഡ് റിട്ടേൺ. ഹി ആവുമ്പോഴും എന്താ? ഈ ഹാഡ് റിട്ടേൺ. ഹാഡ് സിംഗുലറുമാണ് പ്ലൂരലാണെന്നുള്ളത് മറന്നു പോകരുത്. ഷീ ഹാഡ് റിട്ടേൺ. ദേ പ്ലൂരലല്ലേ? ദേ ഹാഡ് റിട്ടേൺ. അപ്പൊ എന്താണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ്? ഇപ്പൊ നമ്മൾ ഭൂതകാലത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നടക്കുന്നതിന് മുമ്പ് ഒന്ന് നടന്നിട്ടുണ്ടാവും. ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ട്രെയിൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അപ്പോൾ നമുക്ക് ആ വാചകം വായിക്കുമ്പോൾ മനസ്സിലായോ, ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ഭൂതകാലത്തിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും, അതായത് പ്രസൻറ്റും പാസ്റ്റായി തന്നെ. അതായത് ആദ്യം നടന്ന കാര്യം എന്തിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ. പിന്നെ നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ. ഓർമ്മിക്കുക, വളരെ സിമ്പിളായ അല്ലേ, നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. നേരം വൈകി എത്തുക അല്ലേ, ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് പോയിണ്ടാവുക. അപ്പോൾ ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭൂതകാലത്തിൽ ആദ്യം നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അടുത്തത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് നിങ്ങൾ നോക്കുക. എന്താ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? ഭൂതകാലത്തിൽ പൂർണ്ണമാവുകയും തുടരുകയും ചെയ്തിരുന്ന കാര്യം.
ഇപ്പോൾ നിങ്ങൾ അതായത് 2ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചു. അപ്പോൾ എന്താണ്? ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇൻ എ സ്കൂൾ ഇൻ ദ പീരീഡ് ഓഫ് 2017 to 18, 2017 മുതൽ 18 വരെ ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചിരുന്നത് ആ സ്കൂളിലാണ്. ഇപ്പം ഇല്ല, അന്ന് അവിടെ പോയിക്കൊണ്ടേയിരുന്നിരുന്നു. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്ട് പ്ലസ് had plus been plus ing form of the വെർബിൻ്റെ ing ഫോം. ആ കാലത്ത് നടന്ന കാര്യം. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്നൊരു സമയത്ത്, അല്ലേ? ഇപ്പോൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞാൽ പറയും, അതായത് അറ്റ് ദാറ്റ് ടൈം ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ, ഞാൻ ആ സമയത്ത് ഒരു 3 മാസം ഞാനൊരു നോവല് എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ ഹാഡ് ബീൻ റൈറ്റിംഗ്, ഷീ ഹാഡ് ബീൻ റൈറ്റിംഗ്. അടുത്തത് ദേ ഹാഡ് ബീൻ റൈറ്റിംഗ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. പ്രസൻറ്റിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പം നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്ന് പൂർണ്ണമായത്, നടന്ന് പൂർണ്ണമായതും തുടരുന്നതും. പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ്, അതായത് ഇപ്പം കഴിഞ്ഞു, അല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ്, ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ്, ഭൂതകാലത്തിൽ പരിപൂർണമായത്, ഭൂതകാലത്തിൽ പരിപൂർണമാവുകയും തുടരുകയും ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓർമ്മ വയ്ക്കണം, ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പോകുന്നത് ഫ്യൂച്ചറിലേക്കാണ്. ഫ്യൂച്ചറിൽ എന്തൊക്കെയാണുള്ളത്? സിമ്പിൾ ഫ്യൂച്ചർ. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ? ഭാവിയിൽ നടക്കാൻ പോകുന്നത്, അല്ലേ? സബ്ജക്ട് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് വെർബ്, അല്ലേ? ഐ ഷാൾ റൈറ്റ്, വില്ലിൻ്റെയും ഷാളിൻ്റെയും യൂസേജ് ഞാൻ പറഞ്ഞു. ഐ വി എന്നുള്ളവയോടൊപ്പം ഷാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് എന്താണ്? ഉറപ്പില്ല, ഇറ്റ് മേ ബി ഹാപ്പൺ. വില്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ്. അത് ഞാൻ ആ ഓക്സിലറി വെർബിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പക്ഷേ ഇന്ന് മോഡേൺ ഗ്രാമറിയൻസ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം വില്ലിന് പകരം വില്ലോ ഷോളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? യു മേ റൈറ്റ് ഓർ റീഡ് എന്നുള്ളത് കൊണ്ട്, അതായത് 2 എല്ലുകൾ ഇടുന്നു, ഒരു അപ്പോസ്ട്രോഫി, അതായത് 2 എല്ലുകൾ ഇടുന്ന ഒരു രീതിയാണ് ഉള്ളത്. നമുക്കിവിടെ കാര്യങ്ങൾ എഴുതാം. ഐ ഷാൾ റൈറ്റ്, ഞാൻ എഴുതും. ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. ഷീ വിൽ റൈറ്റ്, അവൾ എഴുതും. ദേ വിൽ റൈറ്റ്, അവർ എഴുതും. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം അതാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് വെർബ്. അടുത്തത് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്കാണ് പോകുന്നത്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്? ഭാവിയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന കാര്യത്തെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഭാവിയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ നോക്കൂ, സബ്ജക്ട് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ബി പ്ലസ് ing form of the verb. അതായത് സബ്ജക്റ്റ് ഷാൾ ഓർ വിൽ പ്ലസ് ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ എന്താ? ഐ ഷാൾ ബി റൈറ്റിംഗ്, അല്ലേ? എന്താണ്? ഭാവിയിൽ ഞാൻ എന്ത് ചെയ്യും? എഴുതിക്കൊണ്ട് ഇരിക്കും എന്നർത്ഥം. മനസ്സിലായോ? ഹി വിൽ ബി റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കും. ഷീ വിൽ ബി റൈറ്റിംഗ്, ദേ വിൽ ബി റൈറ്റിംഗ്, അവർ എഴുതിക്കൊണ്ടിരിക്കും. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയുന്നത്. അടുത്ത് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് എന്ത് ചെയ്യാണ്, പോവുകയാണ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്? ഭാവിയിൽ പരിപൂർണമായി നടക്കുന്ന കാര്യത്തെ, ഭാവിയിൽ അത് പൂർത്തീകരിക്കും, ഭാവിയിൽ അത് പൂർണ്ണമാവും എന്നുള്ള കാര്യത്തെയാണ് എന്ത് പറയുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുക. ഇപ്പോൾ നമ്മളുടെ SLC പരീക്ഷയെക്കുറിച്ച് പറയുന്നു അല്ലേ? അത് SLC എക്സാമിനേഷൻ എന്താണ്, വിൽ ഹാവ് completed on 29th of this month. ഈ 29th SLC എക്സാമിനേഷൻ മുഴുവൻ എന്തായിട്ടുണ്ടാവും, പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാം. ഡേറ്റിൻ്റെ കാര്യമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഡേറ്റ് മേ ബി ചേഞ്ച്ഡ് ഓർ സംതിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് വി ഡോണ്ട് നോ. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് PPV, അതായത് എന്താ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അഥവാ ഞാൻ പറഞ്ഞു PPV അല്ലെങ്കിൽ അതിനെന്ത് പറയും, V3 എന്നും പറയും. അപ്പം എന്താണ്, ഐ ഷാൾ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടാകും. ഹി will have written, she will have written, they will have written. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഭാവിയിൽ ഒരു പ്രവൃത്തി പരിപൂർണമായി തീരുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അഥവാ V3. അതിലെന്താ നമ്മൾ എഴുതിയത്, ഐ ഷാൾ ഹാവ് റിട്ടൺ, ഹി വിൽ ഹാവ് റിട്ടൺ, ഷീ വിൽ ഹാവ് റിട്ടൺ, ദേ വിൽ ഹാവ് റിട്ടൺ. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ദേ വിൽ ഹാവ് റിട്ടൺ, സോറി ഇവിടെ വൈ ഇടാൻ മറന്നു വരുന്നു. ദേ വിൽ ഹാവ് റിട്ടൺ എന്നുള്ളത് നിങ്ങൾ വായിക്കുക. അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതോടുകൂടി അതായത് ഈ 4 ഫോമുകളെ കുറിച്ചുള്ള ക്ലാസ്സാണ് കഴിയാൻ പോകുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഭാവിയിൽ ഒരു പ്രവൃത്തി പൂർണ്ണമാവുകയും തുടരുകയും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ +2 പാസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായ കുട്ടികൾ, അവർക്ക് പറയാൻ പറ്റും ഐ ഷാൽ ഹാവ് ബീൻ ഗോയിങ് ടു മൈ ഹയർ സ്റ്റഡീസ് ഫ്രം ദിസ് പീരീഡ് ടു ദിസ് പീരീഡ്. ഇപ്പോൾ 2021 ടു 2023, 2021 തൊട്ട് 23 വരെ, അതായത് ഐ ഷാൽ ഹാവ് ബീൻ ഗോയിങ് ടു IAS ട്രെയിനിങ് ഓർ IAS കോച്ചിങ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതങ്ങനെ ഭാവിയിൽ എന്താണ്, പൂർണ്ണാവുകയും തുടരുകയും ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്താണ് പറയുക, സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ING പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് കണ്ടിന്യൂയിങ്. അപ്പോൾ എന്താണ്, ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോൾ അതായത് ഒരു കവിത പറഞ്ഞ പോലെ, പാടാതിരിക്കാനാവില്ല എനിക്കെൻ്റെ അല്ലേ, അതേപോലെ അതായത് ഞാനത് തുടർച്ചയായി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഹി വിൽ ഹാവ് ബീൻ writing, she will have been writing, they will have been writing. ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനിത് ഒന്നുകൂടി പറയുന്നു. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിലെ സബ്ജക്റ്റ് ഷാൾ ഓർ വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്, അതായത് ഭാവിയിൽ പൂർണ്ണമാവുകയും തുടരുകയും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്, ഞാൻ എന്താണ്, എഴുതിക്കൊണ്ടേ ഇരിക്കും. അത് ഈ ആകുമ്പോഴും ഷി ആകുമ്പോഴും ദേ ആകുമ്പോഴും ഒക്കെ അപ്രകാരം തന്നെ മനസ്സിലായി. വിട്ടുന്നത് നന്നായി.
വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലായിരിക്കും. ഹാവ് എ നൈസ് ഡേ.